ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ക്യാൻ യു ബിലീവ് ഇത് 2024 ലാസ്റ്റ് ഡേ ആണ്, December 31. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേരൊക്കെ ഇങ്ങനെ ഗിൽട്ട് അടിച്ചിരിക്കുകയായിരിക്കും. ക്രിസ്മസിന് നല്ലപോലെ ഫുഡ് അടിച്ചിട്ടുണ്ടാവും, നല്ല സെലിബ്രേഷൻ ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ന്യൂ ഇയറും എടുക്കാനായി. അപ്പൊ നാളത്തെ സെലിബ്രേഷനും ഒക്കെ കൂടി ഒക്കെ ഇനി എല്ലാം ഫൈനൽ കഴിഞ്ഞതിന് ശേഷം ന്യൂ ഇയർ റെസൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ നമ്മുടെ മൈൻഡ് ഒക്കെ ഇപ്പൊ നല്ല കൺഫ്യൂസ്ഡ് ആയിരിക്കും, എന്താണ് ചെയ്യേണ്ടത്. എന്തൊക്കെയായാലും നമ്മൾ എല്ലാവരും ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്ന ഒരു സമയമാണിത്. നമ്മൾ എടുക്കുന്ന കോമൺ റെസൊല്യൂഷൻസ് എന്തൊക്കെയാണ്? ഡെയിലി വർക്ക്ഔട്ട് ചെയ്യണം, പ്രോപ്പറായിട്ട് ഡയറ്റ് നോക്കണം, അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റണം, കറക്റ്റായിട്ട് വെള്ളം കുടിക്കാൻ പറ്റണം, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കണം. ഇങ്ങനെയൊക്കെ ഒരുപാട് റെസൊല്യൂഷൻസ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വരുന്ന ഒരു സമയമാണിത്. പക്ഷെ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ നമ്മൾ എടുത്തിട്ട് പോലും എന്തുകൊണ്ടാണ് അത് നമുക്ക് കറക്റ്റായിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തതും അതിനകത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റാത്തതും എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? നമുക്ക് എല്ലാവർക്കും, നമ്മൾ ആരും അത്ര വലിയ മടിയന്മാരൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും സ്ട്രോങ് ആയിട്ടുള്ള ഡിസയേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ഇന്ന കാര്യം ചെയ്യണം എന്നുള്ള ആഗ്രഹം നമുക്ക് അതിയായിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും നമ്മളൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് അത് ഫെബ്രുവരി ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു 2 വീക്സിനുള്ളിൽ തന്നെ നമ്മൾ എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു, അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് എന്തുകൊണ്ടാണ് നമുക്കത് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വരുന്നത് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഏറ്റവും, അതായത് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 2025 എന്നല്ല, ഒരിക്കലും നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണി നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അങ്ങനെ ഒരു ഗ്യാരണ്ടി തന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ 85 kgs ആയിരുന്നു. ഇപ്പൊ ഞാൻ എന്റെ 54 kgsലാണുള്ളത്. ഞാൻ ഒരു ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്തു. ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്തിട്ട് തന്നെ ഏകദേശം 3 to 4 years ആയി. ഇപ്പോഴും ഞാൻ ആ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു വെയിറ്റ് ഗെയിൻ ഹിസ്റ്ററി ഉള്ള ഒരാൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും വെയിറ്റ് കൂടാം. പക്ഷെ എന്നിരുന്നാലും അതിലേക്കൊന്നും പോവാതെ ഇപ്പോഴും ഞാൻ എന്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞാൻ ഈ സീക്രട്സ് അല്ലെങ്കിൽ മന്ത്രാസ് ഒക്കെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. വീണ്ടും ഞാൻ ഗ്യാരണ്ടി പറയുന്നത്, ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണി നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ ആ സീക്രട്സ് എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങൾ കാണാനായിട്ട് നോക്കുക. ഉറപ്പായിട്ടും 2025 നിങ്ങൾ ഏറ്റവും ഹെൽപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പൊ ഇനി അധികം സംസാരിച്ച സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ക്വിക്ക് ആയിട്ടുള്ള അനൗൺസ്മെന്റ് ആണ്. നിങ്ങൾക്കറിയാം 2025 നമ്മുടെ ജനുവരി ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ബിഫിറ്റ് സ്ക്വാഡിലെ January 6 നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് റൗണ്ട് ഓഫ് അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ജസ്റ്റ് 1 വീക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ വെയിറ്റ് ലോസ് ചെയ്യണം, നിങ്ങൾക്ക് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കണം, എപ്പോഴും നിങ്ങൾക്ക് ഒരു കണക്ഷൻ വേണം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും പറയാനും ഒക്കെ ഒരാൾ നിങ്ങളുടെ കൂടെ, ഒരു ഫിറ്റ്നസ് ബഡ്ഡി വേണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇത്തവണ 90 days ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം, 60 days ട്രാൻസ്ഫോർമേഷൻ, അതേപോലെ തന്നെ 4 weeks റെഗുലർ വെയിറ്റ് ലോസ് പ്രോഗ്രാം എല്ലാം തന്നെ ഉണ്ട്. നമുക്ക് ഒരുപാട് ബാച്ചസ് നമ്മൾ ഇത്തവണ സെറ്റ് ചെയ്തിട്ടുണ്ട്. 6 AM, അതുപോലെ തന്നെ 8 AM, 11 AM, 6 PM, 9 PM, അങ്ങനെ നിങ്ങളുടെ ഏത് ടൈം സോണിലുള്ളവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബാച്ചസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബാച്ച് ഫ്ലെക്സിബിലിറ്റി അവൈലബിൾ ആണ്. ഒരു തരത്തിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ്സസും മിസ് ആവാത്ത രീതിയിലുള്ള ഒരു പ്ലാൻ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് പ്ലാൻസ് ആയിരിക്കും നമ്മൾ തരാനായിട്ട് പോകുന്നത്. ഡെയിലി നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനും നിങ്ങളെ ഡെയിലി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനും ഒരു പ്രോഗ്രാം ബഡ്ഡി അല്ലെങ്കിൽ പ്രോഗ്രാം മെന്ററും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇതിൽ കൂടുതൽ നമുക്ക് എന്താണ് 2025 വേണ്ടതല്ലേ? അപ്പൊ നിങ്ങളെ ലാസ്റ്റ് ചാൻസ് ആണ്. ഫൈനൽ വീക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യാനായിട്ട് നോക്കുക. സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വാട്സപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആദ്യം തന്നെ, വൈ റെസൊല്യൂഷൻസ് ഡോണ്ട് വർക്ക്. നമ്മൾ പലതരത്തിലുള്ള റെസൊല്യൂഷൻസ് പുതിയ വർഷമാകുമ്പോഴേക്ക് എടുക്കുന്നവരുണ്ട്. അതിൽ മെയിൻലി എല്ലാവരും എടുക്കുന്ന ഒരു കാര്യം, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ എന്താ പറയുക, വർക്ക്ഔട്ട് ചെയ്യുക, ഡെയിലി വെയിറ്റ് ലോസ്, ഇത്ര മാസങ്ങൾക്കുള്ളിൽ, അതായത് ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ ഞാൻ ഇത്ര കിലോ കുറച്ചിരിക്കും. അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും നമ്മൾ ഈ ഒരു റെസൊല്യൂഷൻസിൽ ടേക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ റെസൊല്യൂഷൻസിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യില്ല അല്ലെങ്കിൽ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഞാൻ ഇനി മുതൽ ഷുഗർ കഴിക്കില്ല, അതൊരു റെസൊല്യൂഷൻ ആണ്. അല്ലെങ്കിൽ ഞാൻ ഇനി മുതൽ എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യും, അതൊരു സ്ട്രോങ് റെസൊല്യൂഷൻ ആണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഫിറ്റ്നസ് ജേർണിയിൽ നമുക്ക് റെസൊല്യൂഷനുമായിട്ട് നമുക്ക് ഒരിക്കലും അത് കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഡയറ്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക, എല്ലാ ദിവസവും പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക, എല്ലാ ദിവസവും 8 മണിക്കൂർ ഉറങ്ങുക എന്നൊക്കെ പറയുന്നത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഇതൊന്നും നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് എങ്ങനെയാണ് ഒരു റെസൊല്യൂഷൻ ആയിട്ട് മാറുക?
അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നമ്മളെല്ലാം വളരെ പക്കയായിട്ട് ഡയറ്റ് പ്രോപ്പർ വർക്ക്ഔട്ട് ഡെയിലി എല്ലാം ഇങ്ങനത്തെ ഓരോ റെസൊല്യൂഷൻസ് നമ്മൾ എടുക്കുമ്പം അതുകൊണ്ടാണ് നമ്മളൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ഒരു മെത്തേഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റാതെ ആവും ഒരാഴ്ച കൊണ്ടോ അല്ലെ 2 ആഴ്ച കൊണ്ടോ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ട അവസ്ഥ വരികയാണ്. അപ്പൊ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, അത് ഒരിക്കലും ഒരു റെസൊല്യൂഷൻ ആയിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് നമ്മളുടെ ലൈഫിൽ ഹാബിറ്റ് ആയിട്ട് ബിൽഡ് ചെയ്ത് വരേണ്ടതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു പുതിയ വർഷമാകുമ്പോൾ നാളെ മുതൽ ഞാൻ എല്ലാ ദിവസവും പല്ല് തേക്കും, അല്ലെ നാളെ മുതൽ എല്ലാ ദിവസവും ഞാൻ രാവിലെ എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോകും, ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ എടുക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. റീസൺ എന്താണ്? ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യമാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോവുക, പല്ല് തേക്കുക, കുളിക്കുക, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യമാണ്. അത് നമ്മുടെ ഹാബിറ്റ് ആണ്. അത് എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ എത്ര മടിയുള്ള ദിവസങ്ങളിലാണെങ്കിലും പല്ല് തേക്കാത്ത ആരും തന്നെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇതേപോലെ തന്നെ നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് മാറേണ്ടുന്ന ഒരു സാധനത്തിന് പിടിച്ചിട്ടാണ് നിങ്ങൾ എല്ലാവരും റെസൊല്യൂഷൻ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെ റെസൊല്യൂഷൻ ആയിട്ടേ കാണേണ്ടുന്ന ഒരു കാര്യമല്ല, അത് നമ്മുടെ ലൈഫിന്റെ ഒരു ഹാബിറ്റ് ആയിട്ട് വരേണ്ട ഒരു കാര്യമാണ്. അതൊരു ക്വിക്ക് ഫിക്സ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഒരു 3 മാസത്തിനുള്ളിൽ 10 കിലോ കുറയ്ക്കും എന്നാണ് നിങ്ങളുടെ റെസൊല്യൂഷൻ എങ്കിൽ അതൊരിക്കലും ഒരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ അല്ല. ഇതൊരു 3 മന്ത് പ്ലാൻ അല്ല. ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു 3 മന്ത് പ്ലാൻ അല്ല, അല്ലെങ്കിൽ ഒരു 6 മന്ത്സ് പ്ലാൻ അല്ല. അത് ലൈഫ് ടൈം ആയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്നെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ 85 kg 54 kg എത്തിക്കഴിഞ്ഞു. ഞാൻ ഇപ്പം അത് ചിലപ്പോൾ ഞാൻ 3-4 വർഷം എടുത്തിട്ടായിരിക്കാം ഞാൻ ഒരു 85 kg 54 kg എത്തിയിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം ഞാൻ എന്റെ പണ്ടത്തെ റുട്ടീൻ ഞാൻ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ എനിക്കിപ്പോഴും ഞാൻ വീണ്ടും ആ ഒരു വെയിറ്റിലോട്ട് തന്നെ എന്താ പറയാ, ഞാൻ 85 തന്നെ എത്താനുള്ള ചാൻസസ് ആണുള്ളത്. പക്ഷെ ഞാനത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഫിറ്റ്നസ് പ്ലാൻ ആണ്. അപ്പൊ ഞാൻ ഫിറ്റ്നസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു എൻഡ് ഇല്ല, അതിനൊരു ഡെസ്റ്റിനേഷൻ ഇല്ല, അതൊരു മാരത്തോൺ ആണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ തന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻസിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും വെയിറ്റ് ലോസിനെയോ അല്ലെങ്കിൽ ഫിറ്റ്നസ് ജേണിനെയോ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കില്ല. ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പം ഈ വർഷം നമ്മളൊരു ജോബ് കണ്ടെത്തും, നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോബിലോട്ട് നമ്മൾ എത്തിച്ചേരും, അല്ലെങ്കിൽ ഒരു എക്സാം നമ്മൾ എഴുതിയെടുത്ത് അത് പാസ്സാവും, അങ്ങനെയൊക്കെയുള്ള ഒരു ഗോളൊക്കെ ആണെങ്കിൽ അതൊക്കെയാണ് റെസൊല്യൂഷൻസ്. ഒരിക്കലും ഫിറ്റ്നസിനെ അല്ലെ ഫിറ്റ്നസ് പ്ലാനിന്, വെയിറ്റ് ലോസ് പ്ലാനിനെ, അല്ലെ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുക, ഡയറ്റ് ചെയ്യാന്നൊക്കെയുള്ള കാര്യത്തിനെ ഒരു റെസൊല്യൂഷൻ ആയിട്ട് നിങ്ങൾ കാണാതിരിക്കുക. അതിനെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കാണാൻ തുടങ്ങുക എന്നുള്ളതാണ് ആദ്യം തന്നെ ഈ ഒരു 2025 നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷനകത്തുനിന്ന് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ പിന്നെ ഫാറ്റ് ലോസ് ചെയ്യുക, ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുക, ഡെയിലി ഡയറ്റ് ഫോളോ ചെയ്യുക, ഉറങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപേക്ഷിക്കുകയാണ് കേട്ടോ. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ 2025 ഫിറ്റ്നസ് പ്ലാൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ് ഇനി വരുന്ന കുറച്ച് സ്റ്റെപ്സിൽ, ഗോൾഡൻ സ്റ്റെപ്സ് എന്ന് ഞാൻ പറയും. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫിറ്റ്നസ് ജേണി സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരില്ല, ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യമാണ്, സെറ്റ് അച്ചീവബിൾ ഗോൾസ്. നമുക്ക് പറ്റാവുന്ന കാര്യം മാത്രം, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രം നമ്മൾ ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആക്കാൻ നോക്കാതെ നമ്മുടെ പ്രോഗ്രസ്സിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ എല്ലാ ദിവസവും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയുന്ന കാര്യമാണ് നമ്മൾ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യണം. പക്ഷെ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മുടെ പീരിയഡ്സ് ഡേയ്സും ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ദിവസവും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ പറ്റില്ല. അത് ആലോചിച്ച് നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആയിട്ട് നമ്മുടെ കംപ്ലീറ്റ് ജേർണി സ്റ്റോപ്പ് ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ നമ്മൾ ഒരു ആഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമുണ്ട്, അതിൽ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം വർക്ക്ഔട്ട് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക നമ്മുടെ മൈൻഡിൽ. അപ്പൊ അത് നമ്മൾ ഫുൾഫിൽ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പി ആയി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾസ് മാത്രം നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യുന്ന നമ്മൾ അങ്ങനെ ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡെസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു ദിവസം തെറ്റിപ്പോയി കഴിഞ്ഞാൽ പോലും നമ്മൾ ഡിപ്രസ്ഡ് ആവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് വിഷമം വരും, അല്ലെങ്കിൽ നമ്മൾ അയ്യോ ഇന്ന് ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ ദുഃഖിച്ചിരിക്കും. ചിലപ്പോൾ ആ ദുഃഖം കൊണ്ട് തന്നെ പിറ്റേന്നും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാതെ ആവും. പക്ഷേ നമ്മൾ ആഴ്ചയിലൊക്കെ 7 ദിവസം ഉണ്ട്, അതിൽ 4 ദിവസം ഞാൻ വർക്ക്ഔട്ട് ചെയ്യേണ്ടു എന്നുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ആ 4 ദിവസം വർക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ചിലപ്പോൾ അതിൽ ആ ഒരു ഹാപ്പിനെസ്സിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു 5th ഡേയും കൂടെ വർക്ക്ഔട്ട് ചെയ്തു എന്ന് വരാം. അപ്പൊ അത് നിങ്ങളുടെ ഒരു പ്രോഗ്രസ് ആണ്. അപ്പോൾ എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതിനേക്കാളും ആഴ്ചയിൽ ഒരു 4 ദിവസം എങ്കിലും ഞാൻ വർക്ക്ഔട്ട് ചെയ്യും, ഞാൻ പ്രോഗ്രസ് ചെയ്യും എന്നുള്ള ഒരു അച്ചീവബിൾ ഡിസിഷൻ ആണ് നിങ്ങൾ എടുക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം ഈ പറയുന്നതാണ്, സ്റ്റാർട്ട് വിത്ത് സ്മോൾ സസ്റ്റൈനബിൾ സ്റ്റെപ്സ്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും മാതൃകയായിട്ട് എടുക്കേണ്ടത് കുഞ്ഞുങ്ങളെയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ തന്നെ എഴുന്നേറ്റ് നടക്കുന്നുണ്ടോ? ഇല്ല. അവർ ഓരോ പ്രായം അനുസരിച്ച് അവരുടെ ബോഡി അതിന് അഡ്ജസ്റ്റ് ആവുന്ന രീതിയിൽ അതിനനുസരിച്ചിട്ടായിരിക്കും അവർ ഓരോ കാര്യങ്ങളും ഓരോ മൈൽ സ്റ്റോൺസും അവർ റീച്ച് ചെയ്യുന്നത്.
അതും അവർ നടന്നു തുടങ്ങിയാൽ തന്നെ ചിലപ്പോൾ അവർ വീഴും. പക്ഷെ എന്ന് വെച്ചിട്ടൊക്കെ ഞാൻ ഇന്ന് വീണു എന്ന് വിചാരിച്ചിട്ട് അവർ പിന്നീട് നടക്കാതിരിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവർ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും, അല്ലെ അല്ലെങ്കിൽ നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും, നടക്കും എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ ഒരു ഫൈനൽ ഡേ അവർ നല്ലപോലെ നടക്കാൻ തുടങ്ങും, പിന്നെ ഓടാൻ തുടങ്ങും, പിന്നെ നമ്മളെ പോലെ ഓരോ കാര്യങ്ങൾ, ഓരോ ആക്ടിവിറ്റീസ് അവർ ചെയ്യാൻ തുടങ്ങും. നമുക്ക് എല്ലാവരെയും പോലെ ഫിറ്റ്നസ് ജേർണി ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് വർക്ക്ഔട്ടാണ്, എല്ലാവരും ചെയ്യേണ്ടത് ഒരു പ്രോപ്പർ ഡയറ്റ് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ പോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പോലെയോ എനിക്ക് നിങ്ങളെ പോലെയോ ഒരു കാര്യം ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സ്മോൾ ആയിട്ടുള്ള കാര്യമായിരിക്കും അത്. പക്ഷെ എന്നിരുന്നാലും ആ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ആദ്യം നിങ്ങളൊരു വർക്ക്ഔട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വർക്ക്ഔട്ട്, നമുക്കറിയാം ഒരു സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ വർക്ക്ഔട്ടുകൾ ചെയ്താലാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുക. പക്ഷെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ബിഗിനർ ആയിട്ടുള്ള നിങ്ങൾക്ക് ആദ്യം തന്നെ സ്ട്രെങ്ത് ബേസ്ഡ് വർക്ക്ഔട്ട് അല്ലെ വെയിറ്റ് ബുക്ക് ചെയ്തുള്ള വർക്ക്ഔട്ട് ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അത് ആലോചിച്ച് അയ്യോ എനിക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുക. അതായത് നിങ്ങളെ കൊണ്ട് എന്ത് പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കുക. വോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? വോക്ക് ചെയ്യുക. ഡാൻസിങ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഒരുപാട് സുംബ വർക്ക്ഔട്ടുകളും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. സുംബ വർക്ക്ഔട്ടുകൾ നിങ്ങൾ ചെയ്യുക. കാർഡിയോ നിങ്ങൾക്ക് പോസിബിൾ ആണോ? അത് നിങ്ങൾ ചെയ്യുക. ഓടാൻ നിങ്ങൾക്ക് പോസിബിൾ ആണോ? അത് ചെയ്യുക. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റാവുന്ന നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഡയറ്റ് നമുക്കറിയാം, നമ്മൾ എന്താ പറയുക ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ഒരു സ്വിച്ചിങ് പോസിബിൾ അല്ല എന്നുള്ള രീതിയാണെങ്കിൽ ഏതെങ്കിലും ഒരു മീൽ നിങ്ങൾ കറക്റ്റ് ആക്കി കൊണ്ടുവരാൻ നോക്കുക. അത് ചിലപ്പം ഡിന്നർ ആവാം, ചിലപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് ആവാം. ആ ഒരു ഏതെങ്കിലും ഒരു ഫുഡ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ബാലൻസ് ചെയ്ത് പ്രോട്ടീനും ഫാറ്റും എല്ലാം അടങ്ങുന്ന രീതിയിൽ നിങ്ങൾ കഴിക്കാൻ നോക്കുക. അതിന്റെ പിറ്റേന്ന് ചിലപ്പം അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾ അത് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഓക്കെ ഇതെനിക്ക് ഡിന്നർ എനിക്ക് പോസിബിൾ ആണ്, അപ്പൊ എനിക്ക് ലഞ്ചും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ലഞ്ചും ബാലൻസ്ഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഓക്കെ പ്രോട്ടീൻ ഞാൻ എല്ലാ മീൽസിലും ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ ഒരു നമുക്ക് ഏറ്റവും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ സ്ട്രെസ് ചെയ്യാതെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾസ് ആണ് നമ്മൾ ഈ ഒരു സമയത്ത് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അതുപോലെ വർക്ക്ഔട്ട് ആണെങ്കിൽ നമ്മൾ ബിഗിനർ ലെവലിലുള്ള ഏറ്റവും നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള വർക്ക്ഔട്ടുകളാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പയ്യെ നിങ്ങളുടെ ബോഡി അഡാപ്റ്റ് ആവുന്നതിനനുസരിച്ച് നിങ്ങളുടെ മൈൻഡ് സെറ്റ് അഡാപ്റ്റ് ആവുന്നതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലോട്ട് പോവാം. നിങ്ങൾക്ക് നല്ലൊരു പ്ലാൻ തന്നെ പിന്നീട് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കാതെ നമ്മളെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് സ്റ്റാർട്ട് ചെയ്തിടുക. ഇതിപ്പോ നാളെ നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും നിങ്ങളുടെ കയ്യിൽ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് വാക്ക് ചെയ്യുക, ഒരു 20 മിനിറ്റ്സ് വാക്ക് ചെയ്യുക. അത് തന്നെ അതിലൂടെ തന്നെ നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത കാര്യം ഫോക്കസ്ഡ് ഓൺ ബാലൻസ് ന്യൂട്രീഷൻ. ഒരിക്കലും നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്ന ആരും തന്നെ ക്രാഷ് ഡയറ്റിലോട്ട് 2025 മുതൽ പോകാൻ പാടില്ല. ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്തോ എന്നൊന്നും എനിക്ക് അറിയണ്ട. 2025 മുതൽ നമ്മുടെ ഫോളോവേഴ്സ് ആരും തന്നെ ക്രാഷ് ഡയറ്റുകൾ ചെയ്യില്ല. ക്രാഷ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഈ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ താറുമാറാക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ക്രാഷ് ഡയറ്റ്. അതായത് നമ്മൾ ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ ഒരു വെയിറ്റ് ലോസിലോട്ട് നമ്മൾ എത്തിച്ചേരും. അതായത് 10 ദിവസം കൊണ്ട് 10 കിലോ കുറയ്ക്കുക, 30 ദിവസം കൊണ്ട് 30 കിലോ കുറയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ക്രാഷ് ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രാഷ് ഡയറ്റിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു ഫുഡ് ഗ്രൂപ്പ് അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ നല്ലപോലെ എക്സ്ട്രീം കലോറി ഡെഫിസിറ്റിലോട്ട് പോകും. നമ്മുടെ ഹെൽത്തിനെ മൊത്തം താറുമാറാക്കുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് ആയിരിക്കും അത്. ആ ഡയറ്റിലൂടെ നിങ്ങൾ 10 കിലോ കുറച്ച് കഴിഞ്ഞാൽ ആ 10 കിലോയിൽ 3/4 ഭാഗവും പോകുന്നത് നിങ്ങളുടെ മസിൽസ് ആണ്. അതായത് മസിൽസ് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് ആണ് നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുന്നത്. റിസൾട്ട് ഒക്കെ നമുക്ക് കിട്ടും, 10 കിലോ 20 കിലോ ഒക്കെ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറയ്ക്കാം. പക്ഷെ നമ്മൾ അതിന്റെ കൂടെ നമ്മുടെ ഹെൽത്ത് കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ആവാണ്, നമ്മുടെ ആയുസ് അതിനനുസരിച്ച് കുറഞ്ഞു വരികയാണ്. അത് ആലോചിച്ചിട്ട് വേണം നിങ്ങൾ എല്ലാ ഡയറ്റും ചൂസ് ചെയ്യാൻ. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു ഡയറ്റാണ് ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാന്നുള്ളത്. അതായത് നിങ്ങളുടെ പ്ലേറ്റിനകത്ത് പ്രോട്ടീൻ ഉണ്ടാവണം, ഫൈബർ ഉണ്ടാവണം, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവണം, ഹെൽത്തി ഫാറ്റ് ഉണ്ടാവണം, ന്യൂട്രിയൻസും വൈറ്റമിൻസും എല്ലാം ഒത്തിണങ്ങിയ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്ലേറ്റ്, ആ ഒരു മീല് കഴിക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വെറൈറ്റീസും ട്രൈ ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. മോഡറേറ്റ് ആയിട്ട് കഴിക്കാനായിട്ട് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡും നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾക്ക് ആഴ്ചയിൽ 1 ദിവസമായിട്ടോ അല്ലെങ്കിൽ 2 ദിവസമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. അത് മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കാൻ നോക്കുക. ഒരിക്കലും നമുക്ക് ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തുകൊണ്ടോ അങ്ങനെ ഒരു ഡയറ്റ് ഒന്നും നമുക്ക് ഒരിക്കലും ഫോളോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭൂമിയിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കണം. വേറെ ഒന്നും എനിക്ക് അവൈലബിൾ അല്ല, ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും ഇല്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ ഉള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അങ്ങനെയൊന്നും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരിക്കലും പറയില്ല. നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. നമ്മൾ ഈ ഫിറ്റ്നസ് നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരിക്കണം, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കരുത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാൻ മൈൻഡ്ഫുൾ ആയിട്ട് കഴിച്ചുകൊണ്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോ ഗിൽട്ട്.
നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് പലരും ഫിറ്റ്നസ് ജേർണി സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു റീസൺ തന്നെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മൾ കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഒക്കെ നമ്മൾ ഡയറ്റും വർക്കൗട്ടും ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്തു വന്നു. അതിപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യണമെന്നില്ല, എല്ലാ ദിവസവും ഡയറ്റ് പ്രോപ്പർ ആവണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഒരു മെജോറിറ്റി ഡേയ്സിലും ഡയറ്റും വർക്കൗട്ടും ഒക്കെ ഫോളോ ചെയ്ത് വന്നു. ആ സമയത്താണ് ഒരു സെലിബ്രേഷൻ വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗെദറോ ഒരു ബർത്ത്ഡേ പാർട്ടിയോ വെഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും വരുന്നു. അന്നത്തെ ദിവസം നിങ്ങൾ ഒരുപാട് ഫുഡ് കഴിച്ചു പോകുന്നു. അന്ന് മുതൽ ഈ കഴിച്ച മുതൽ പിന്നെ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അയ്യോ ഭയങ്കര ഗിൽട്ട് ആയിരിക്കും, ഇത് ഞാൻ കഴിച്ച പോലെ ഇത്ര ദിവസം ഞാൻ എന്തൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വന്നതാണ്, എല്ലാം ഞാൻ തന്നെ നശിപ്പിച്ചില്ല, ഇങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മൾ കരയുന്ന ആളുകൾ പോലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറയുന്നത്, ഈ ഒരു ഗിൽട്ട് എന്ന് പറയുന്നത് നമുക്ക് ഫിറ്റ്നസ് ജേർണിയിൽ ആവശ്യമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ആലോചിച്ച് നമ്മൾ കുറ്റബോധം തോന്നിയിട്ട് നമുക്ക് കാര്യമില്ല. ഈ കുറ്റബോധം തോന്നുന്ന ആ കുറ്റബോധം ഒരു ദിവസം തോന്നി അത് പോവുകയാണെങ്കിൽ പോട്ടെ. അങ്ങനെയല്ല, നമ്മൾ ഈ കുറ്റബോധം കൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെ സ്ട്രെസ്, ആ ഒരു സ്ട്രെസ് കാരണം നമ്മൾ വീണ്ടും കൂടുതലായിട്ട് കഴിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ അതുവരെ ഫോളോ ചെയ്ത കാര്യങ്ങളൊക്കെ മറന്ന് നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈലെ ഫോളോ ചെയ്യില്ല എന്നുള്ള ഒരു ഡിസിഷനിലോട്ട് എത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു കുറ്റബോധം നമ്മൾ എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പം ഒരു തെറ്റ് ചെയ്തു, നമ്മൾ ഫിറ്റ്നസ് ജേർണിയിൽ നമ്മളൊരു ചീറ്റ് മീൽ എടുത്തു പോയി, ഒരു ചീറ്റ് ഡേ ആയിപ്പോയി, അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് പ്രോപ്പർ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റബോധം ഒഴിവാക്കുക. ആ കുറ്റബോധം നമ്മളെ ബാക്കിയുള്ള പ്രോസസ്സിനെയാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി മറന്നേക്കുക. അതിനെപ്പറ്റി ആലോചിക്കാനേ പാടില്ല. നമുക്ക് എന്തായാലും ആ സമയത്ത് നമുക്ക് സന്തോഷം കിട്ടിയല്ലോ, ആ സന്തോഷം മാത്രം ആലോചിക്കുക. ഓക്കെ, ആ സമയത്ത് ഞാൻ ഹാപ്പി ആയിരുന്നു, എനിക്ക് ഇഷ്ടമുള്ള ആഹാരം ഞാൻ ഒരുപാട് കഴിച്ചു, ഞാൻ സമയത്ത് ഹാപ്പി ആയിരുന്നു. ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു ഫുൾഫിൽനെസ് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. പിറ്റേ ദിവസം മുതൽ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ട്രാക്കിലോട്ട് വരിക. എങ്ങനെയാണോ നിങ്ങൾ ആ 2 ആഴ്ച ഡയറ്റും വർക്കൗട്ടൊക്കെ കൊണ്ടുപോയത്, അതിലേക്ക് തന്നെ തിരിച്ചു വരാനായിട്ട് നോക്കുക. അങ്ങനെ ഒരു ട്രാക്കിലോട്ട് വീഴുന്നത്, നമ്മൾ പറയാറില്ലേ, പൂച്ച എങ്ങനെ വീട് കഴിഞ്ഞാലും 4 കാലിൽ തന്നെ വീഴും. അങ്ങനെ നമ്മൾ വീഴാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്താൽ തന്നെ ഒരിക്കലും നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണി നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരില്ല. നമുക്ക് മനുഷ്യന്മാർക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു കഴിവാണ് മറവി എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ ആ മറന്നേക്കുക, നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് മറന്നേക്കുക. പിറ്റേന്ന് മുതൽ നമ്മൾ വീണ്ടും നമ്മളുടെ ആ ഒരു ഫിറ്റ്നസ് റൂട്ടീനിലേക്ക് എത്തിച്ചേരാനായിട്ട് നോക്കുക. വീണ്ടും പ്രോപ്പർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഫൈനലി, നമ്മളിപ്പം ഒരു മാസത്തെ നമ്മുടെ ജേർണിയാണ് ഫൈനൽ നമുക്കൊരു റിസൾട്ട് ആയിട്ട് കിട്ടുന്നതല്ലേ. അപ്പൊ അങ്ങനെ ഓരോ ദിവസത്തെയും സ്മോൾ സ്റ്റെപ്സ് ആയിരിക്കും നമുക്ക് ഫൈനൽ നമ്മളൊരു റിസൾട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതിനിടയിൽ വെച്ച് ഇങ്ങനെ ഗിൽട്ട് അടിച്ച് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫൈനൽ കാര്യം ഞാൻ നിങ്ങളത് പറഞ്ഞുതരാണ്. ഫോക്കസ് ഓൺ ദ പ്രോസസ്, നോട്ട് ദ റിസൾട്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മളൊരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടല്ല ഫിറ്റ്നസ് ജേർണി കൊണ്ടുപോകേണ്ടത്. അത് ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒരു 3 മാസത്തെ അല്ലെ ഒരു 6 മാസത്തെയോ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഒരു ജേർണി അല്ല ഫിറ്റ്നസ് ജേർണി എന്ന് പറയുന്നത്. നമ്മൾ ലൈഫ് ടൈം ആയിട്ട് നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ എന്റെ ഒരു ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് 54 kgs ആണ്. ഞാൻ 156 ആണ് എന്റെ ഹൈറ്റ്. അപ്പൊ ഏകദേശം ഒരു 50 മുതൽ 56 കിലോ വരെയാണ് എന്റെ ഒരു ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സോ കോൾഡ് നമ്പറും ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ബിഫിറ്റ് സ്ക്വാഡിന്റെ കാര്യത്തിലാണ് ഞാൻ ഇത് പറഞ്ഞത്. നമ്മുടെ ചില ക്ലയൻസ് ഒക്കെ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ അവർ പറയും ഞാൻ 100 kgs ആണ്, അല്ലെ ഞാൻ 96 kgs ആണ്, എന്റെ ഹൈറ്റ് ഇതാണ്, എന്റെ ഐഡിയൽ വെയിറ്റ് ഇതാണ്, എനിക്ക് ഈ ഒരു ഐഡിയൽ വെയിറ്റിലോട്ട് എത്താൻ ഞാൻ എത്ര സമയം എടുക്കും, ഏത് പ്ലാനാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്, 3 മാസം കൊണ്ട് എനിക്കത് പോസിബിൾ ആണോ, 6 മാസം കൊണ്ട് എനിക്കത് പോസിബിൾ ആണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കൺസേൺ കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടെൻഷൻ കൊണ്ടായിരിക്കാം അങ്ങനെ ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു ഐഡിയൽ വെയിറ്റ് അല്ലെങ്കിൽ ആ ഒരു സോ കോൾഡ് നമ്പറിലോട്ട് എത്താനുള്ള ഒരു ജേർണി അല്ല ഫിറ്റ്നസ് ജേർണി. അത് ശരിക്കും ഇവരിത് സ്റ്റാർട്ട് ചെയ്ത് ഒരു 1-2 മാസങ്ങളൊക്കെ കഴിയുമ്പോഴായിരിക്കും ശരിക്കും അത് അവർ മനസ്സിലാക്കുക. പക്ഷെ അത് ആ തുടക്കത്തിൽ അവരുടെ കൺസേൺ കൊണ്ടാണ് അവരത് ചോദിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നമ്മളിപ്പോ ഒരു 90 കിലോ ഉള്ള ഒരാളായിരിക്കും, അവർ ഈ ഒരു 55 കിലോ എത്താനായിട്ട് ഒരുപാട് സമയം വേണ്ടി വന്നു എന്ന് വരാം. പക്ഷെ അത് ആലോചിച്ച് അത് ചിലപ്പം ആ ഒരു 90 കിലോന്ന് നിങ്ങൾ 55 കിലോ ആവാൻ എത്തുന്ന സമയം ചിലപ്പോൾ നിങ്ങൾക്ക് അത് 6 മാസം കൊണ്ട് പറ്റിയെന്ന് വരാം, 1 വർഷം കൊണ്ട് പറ്റിയെന്ന് വരാം, ചിലപ്പോൾ 1.5 വർഷം 2 വർഷമൊക്കെ എടുത്തെന്ന് വരാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു സോ കോൾഡ് നമ്പറിൽ എത്താനായിട്ട് നിങ്ങൾ ഈ ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം അല്ലെങ്കിൽ 6 മാസം നിങ്ങൾ ഇത്രയും സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? പലരും ഓരോ ദിവസവും വെയിറ്റ് നോക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഇന്ന് വെയിറ്റ് നോക്കി, അന്നത്തെ ദിവസം തന്നെ ഉച്ചയ്ക്ക് നോക്കി, അന്നത്തെ ദിവസം തന്നെ രാത്രി നോക്കി, അങ്ങനെയൊക്കെ ഫോളോ ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, വർക്ക്ഔട്ട് ഫിനിഷ് ചെയ്ത ഉടനെ തന്നെ പോയി വെയിറ്റ് നോക്കുന്നവരുണ്ട്. ഒരു ദിവസം തന്നെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ 3-4 തവണ വെയിറ്റ് നോക്കുന്നവരുണ്ട്. ഇതിന്റെ ഒരു ലക്ഷ്യം എന്താണ്? അവരെന്താണ് അവരുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോ ചെയ്ത ഒരു പ്രോസസ്സ് വഴി എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ടോ, ഇന്നിപ്പോ ഞാൻ ഡയറ്റും വർക്ക്ഔട്ടും ഒക്കെ ഫോളോ ചെയ്തപ്പോൾ പിറ്റേന്ന് എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു വെയിങ് സ്കെയിൽ നോക്കുന്നത്. പക്ഷെ ഈ നമ്പറിൽ നമ്മൾ ഒബ്സസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴും ടെൻസ്ഡ് ആയിരിക്കും. നമ്മൾ എന്തൊക്കെ പ്രോസസ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു ടെൻഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഞാൻ എപ്പോഴാണ് 90-55 കിലോയിലേക്ക് എത്തുകയെന്ന് നിങ്ങൾ എപ്പോഴും ടെൻസ്ഡ് ആയിരിക്കും. അത് നിങ്ങളിപ്പം 90 ഒരു 10 കിലോ കുറഞ്ഞ് 80 എത്തിക്കഴിഞ്ഞാലും അതിൽ നിന്ന് വീണ്ടും ഒരു 10 കിലോ കുറഞ്ഞ് 70 എത്തിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒട്ടും ഹാപ്പിനെസ് ഉണ്ടാവില്ല. നിങ്ങൾ 20 kgs റെഡ്യൂസ് ചെയ്തു,
90 നിങ്ങൾ 70 എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 20 kg റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ആ ഒരു അച്ചീവ്മെന്റ് പോലും നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ എന്താണുള്ളത്? 55 ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ മൈൻഡിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. എൻജോയ് ചെയ്ത് പോകാൻ പറ്റാത്തത് കാരണം നമ്മുടെ ഫിറ്റ്നസ് ജേർണിയുടെ ഇടയ്ക്ക് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും പല ഒബ്സ്റ്റക്കിൾസും ഒക്കെ നമുക്ക് വരാനായിട്ട് തുടങ്ങും. നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇൽനെസ്സസ് വരിക, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഇൽനെസ് വരിക, നമുക്ക് ഇൽനെസ് വരിക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല പല തരത്തിലുള്ള, അതുവരെ ഒരു കുഴപ്പമുണ്ടാവില്ല, പക്ഷെ നമ്മൾ കറക്റ്റ് ഒരു ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസ് വരുന്നത്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നതാണ്. നമ്മൾ യൂണിവേഴ്സിനോട് എന്താ പറയുന്നു അതാണ് യൂണിവേഴ്സ് നമുക്ക് തിരിച്ചു തരിക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും നെഗറ്റീവ് ആയിട്ടാണ് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എനിക്ക് ഒരിക്കലും ഈ 55 എത്തില്ല, ഞാൻ ഇനി എപ്പോഴാണ് എത്തുക, 2 വർഷം എടുക്കുമോ, 3 വർഷം എടുക്കുമോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടാണ് നമ്മുടെ ബോഡിയിലേക്ക് അല്ലെ യൂണിവേഴ്സിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നെഗറ്റീവ് തോട്ട്സ് കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. പക്ഷെ അതേസമയം നമ്മൾ ഈ പ്രോസസ്സ് എൻജോയ് ചെയ്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കും. നിങ്ങൾ അങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ജേർണി മറന്നു പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് വളരെയധികം ഒരു അച്ചീവ്മെന്റ് ആയിരിക്കും, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആയിരിക്കും. നിങ്ങൾ എൻജോയ് ചെയ്ത് ആ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. നിങ്ങൾ 1 കിലോ കുറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങൾ ഹാപ്പി ആയിരിക്കും. അത് നിങ്ങൾ 1 കിലോ കുറഞ്ഞാലും നിങ്ങൾ 2 കിലോ കുറഞ്ഞാലും 20 കിലോ കുറഞ്ഞാലും നിങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡ്രസ്സ്, നിങ്ങൾ മാറ്റി വെച്ച ഒരു ഡ്രസ്സ്, അത് ചിലപ്പം ഒരു 5 കിലോ കുറയുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഡ്രസ്സ് നിങ്ങൾക്ക് പാകമായിരിക്കും. അത് നിങ്ങൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതൊരു സെലിബ്രേഷൻ ആയിരിക്കും. നിങ്ങൾ ഒരു മാസം മുമ്പുള്ള ഒരാളല്ല നിങ്ങൾ ഈ മാസം. നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ലെവൽ ആവട്ടെ, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ആവട്ടെ, നിങ്ങളുടെ ആ ഒരു ടോട്ടൽ വെൽനെസ് ആവട്ടെ, അതിനൊക്കെ മാറ്റം വരുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ചെറിയ ചെറിയ വിക്ടറീസ് പോലും നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങും. നമ്മൾ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ പ്രോസസ്സിൽ നമ്മൾ ഹാപ്പി ആണെങ്കിൽ. അപ്പൊ നിങ്ങൾ ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് ജേർണി നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക. ഓരോ മൈനർ വിക്ടറീസും ഓരോ കാര്യങ്ങളും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. ചെറിയൊരു എക്സാമ്പിളും കൂടെ ഞാൻ പറയുകയാണ്. ചിലപ്പോൾ നിങ്ങളിപ്പം 90s 98 kgs ആയിരിക്കാം, 100 kgs ആയിരിക്കാം, 100+ kgs ആയിരിക്കാം. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ജേർണി ഒരു ആഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ ആ നിങ്ങളായിരിക്കില്ല ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുള്ളത്, എന്തൊക്കെയാണോ നിങ്ങൾക്ക് മാറ്റം കാണാൻ പറ്റുന്നത്, ആ മാറ്റങ്ങൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക, ആ മാറ്റങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആ സോ കോൾഡ് ഐഡിയൽ ബോഡി വെയിറ്റിനായിട്ട് നിങ്ങൾ കാത്തിരിക്കാതിരിക്കുക. അപ്പൊ നിങ്ങൾ ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്ത് പ്രോസസ്സ് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എൻജോയിങ് ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് ജേർണി ആയിരിക്കും നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നു, 100% ഞാൻ പറയുന്നു, ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ഈ ഒരു 2025 ഫിറ്റ്നസ് പ്ലാൻ ബിൽഡ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു തരുന്ന കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ടിപ്സ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ എഗെയിൻ പറയുന്നു, ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണി സ്റ്റോപ്പ് ചെയ്യേണ്ടി വരില്ല. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഈ 2025 അല്ലെങ്കിൽ ഇനി വരുന്ന വർഷങ്ങളിലാവട്ടെ പലതരത്തിലുള്ള ഒബ്സ്റ്റക്കിൾസും നമ്മുടെ മുന്നിൽ ഉണ്ടാവും. നമ്മുടെ വർക്കിന്റെ പ്രഷറും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ, നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമ്മൾ ബിസി ആയിരിക്കും. ആ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. ഒരിക്കലും ബിസി മാറുമെന്നില്ല. ഇനിയും വരുന്ന വർഷങ്ങളിൽ നമ്മൾ കൂടുതൽ ബിസി ആവും, കൂടുതൽ സ്ട്രെസ് ആവാനും ഒക്കെ ചാൻസസേ ഉള്ളൂ. അതിൽ നിന്ന് തിരിച്ച് നമ്മൾ ആവണമെങ്കിൽ നമ്മൾ പഴയ കുട്ടികളായിട്ട് തന്നെ ഇരിക്കണം. അങ്ങനെ നമുക്കിനി പോസിബിൾ അല്ല. നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഇനിയും നമ്മുടെ ലൈഫിൽ വന്നു ചേരാനേ ഉള്ളൂ. അത് കൂടാനേ ചാൻസ് ഉള്ളൂ, കുറയാൻ യാതൊരു ചാൻസും ഇല്ല. അപ്പൊ ആ ഒരു ഒബ്സ്റ്റക്കിൾസിന് ഒന്നും തന്നെ നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണിയിൽ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ പറ്റാതെ പോകട്ടെ. അതാണ് ഞാൻ ആദ്യം തന്നെ വിഷ് ചെയ്യുന്നത്. കാരണം നമ്മൾ അതിനുള്ള മന്ത്രാസ് അല്ലെങ്കിൽ അതിനുള്ള സീക്രട്സ് ആണ് നമ്മളിപ്പം പഠിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ ആയാലും നമ്മൾ ആ പൂച്ചയുടെ കാര്യം ആലോചിക്കുക, നമ്മൾ 4 കാലത്തന്നെ വീഴും. ആ ഒരു കാര്യം മുന്നിൽ ആലോചിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. ഒരു തരത്തിലുള്ള കുറ്റബോധവും വേണ്ട. നിങ്ങൾക്ക് ഇവൺ ഒരു മാസമോ 2 മാസമോ ഒന്നും തന്നെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 2025 വീണ്ടും 3ാമത്തെ മാസം നിങ്ങൾ ട്രാക്കിലോട്ട് വരും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഇനി എന്തായാലും നമുക്ക് പുതുവർഷത്തിൽ പുതിയ വീഡിയോസും പുതിയ ഐഡിയാസും പുതിയ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ബൈ.